നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പൂരങ്ങളും ഉത്സവാഘോഷങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ച് പൂരം ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ്. ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തെ ആനന്ദത്തിൽ ആറാടിച്ച് പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി. ഗുരുവായൂർ ഏകാദശി നാളെ. വ്രതപുണ്യം തേടി 10,000 ഗുരുഭവനപുരിയിലെത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. തന്ത്രി കുടുംബത്തിലെ ചില അംഗങ്ങളാണ് ദേവസ്വം ഭരണസമിതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഉദയാസ്തമന പൂജ മാറ്റുന്നത് ആചാരലംഘനമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനവും പച്ചക്കറി ലഭ്യത കുറഞ്ഞതുമാണ് വിപണിയെ ബാധിച്ചത്. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കോർപ്പറേഷൻ സെക്രട്ടറി അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ FTU ശക്തൻ പച്ചക്കറി മാർക്കറ്റ് യൂണിറ്റ് പ്രതിഷേധിച്ചു. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷിക അനുസ്മരണ യോഗം തൃശൂർ DCC ഓഫീസിൽ നടന്നു. അനുസ്മരണ യോഗം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CN ബാലകൃഷ്ണൻ അനുസ്മരണം നടന്നു. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി ഷാഹിദ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന CN അനുസ്മരണം DCC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CN ബാലകൃഷ്ണൻ അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചെങ്ങാലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജോയ് വല്ലച്ചിറ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത കുതിരാൻ തുരങ്കത്തിന് സമീപം സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കടുത്ത ദുർഗന്ധമാണ് പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നത്. പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് ഡിവിഷൻ 41 ഗ്രാമസഭാ ഹാൾ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയെന്ന് നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർ K അജിത് കുമാർ ആരോപിച്ചു. പരാതി പറഞ്ഞിട്ടും വീണ്ടും മാലിന്യം കുന്നുകൂടുകയാണെന്നും പ്രതിപക്ഷം. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KA അനീഫ ഉദ്ഘാടനം ചെയ്തു. വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായ ചലച്ചിത്രങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിക്കുന്ന സ്കൂൾ ടാക്കീസ് തോയ്ക്കാവ് വെസ്റ്റ് ALP സ്കൂളിൽ ആരംഭിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് മെമ്പർ ജെസി റാഫേൽ ഉദ്ഘാടനം നിർവഹിച്ചു. SYS പ്ലാറ്റിനം ഇയർ സമാപനത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ മനുഷ്യാവകാശ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്ത വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രതിജ്ഞയിൽ ഒപ്പുചാർത്തി. സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ A ശ്രീധരമേനോൻ ജന്മശതാബ്ദി വർഷ ഉദ്ഘാടനവും ചരിത്ര സെമിനാറും തൃശൂരിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ കുര്യാസ് കുമ്പഴക്കുഴി ഉദ്ഘാടനം ചെയ്തു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ ശതാബ്ദി സ്മാരകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം, സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. കൊടകര തണൽ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനശാല തുറന്നു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ബാങ്ക് പ്രസിഡന്റായി CPMലെ RA അബ്ദുൽ ഹക്കീമിനെയും വൈസ് പ്രസിഡന്റായി CPIയിലെ ഷാജി കാക്കശ്ശേരിയെയും തെരഞ്ഞെടുത്തു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ജനാർദ്ദനൻ റോഡിലെ കാന നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി പ്രസ് ഫോറം ജില്ലാ മാധ്യമ പുരസ്കാരങ്ങൾക്ക് എൻട്രികൾ ക്ഷണിച്ചു. തൃശൂർ ജില്ലയിലെ പ്രാദേശിക പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും വാർത്താചിത്രത്തിനും ജില്ലയിലെ സ്ത്രീ പുരുഷ വാർത്താ അവതാരകർക്കും ഓൺലൈൻ വാർത്തയ്ക്കുമാണ് പുരസ്കാരം നൽകുക. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിൽ ഉത്തരവിട്ട ജഡ്ജിമാർക്കെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പൂരപ്രേമി സംഘം പരാതി നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെയാണ് പരാതി. മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ അഭിഭാഷകനായിരുന്നു ഹൈക്കോടതി ജഡ്ജി P. ഗോപിനാഥ് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. അന്യായമായ വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. സ്വർണ്ണവില പവന് 600 രൂപ വർദ്ധിച്ച് 57,640 രൂപയായി. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 7,205 രൂപയുമായി. സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ട് തമിഴ്നാട് നിയമസഭാ നിയമനിർമ്മാണത്തിലൂടെ നിലനിർത്തിയ മാതൃക സ്വീകരിച്ച് കേരളം ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി. കേരളത്തിന്റെ പൈതൃകമായ ഉത്സവാഘോഷങ്ങളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3-ാം വാർഡ് പൂശപ്പിള്ളിയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. 2 ബൂത്തുകളിലായാണ് പോളിംഗ് നടന്നത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടി. രപ്തിസാഗർ എക്സ്പ്രസിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. RPFന്റെ സഹായത്തോടെ വടക്കാഞ്ചേരി എക്സൈസാണ് കഞ്ചാവ് പിടികൂടിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ബാങ്കിൽ പരിശോധനയ്ക്കായി എത്തി. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങൾ ED ശേഖരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ നൌഷാദ് എന്ന സത്യവേലാണ് കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റിലായത്. മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ വിവിധ ട്രേഡ് യൂണിയൻ അംഗങ്ങളായ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ സംഘടിതമായി ആക്രമിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ രംഗത്ത്. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് മിനിമം വേതനം, ബോണസ്, ഗ്രാറ്റുവിറ്റി, PF എന്നിവ നടപ്പാക്കണമെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം പ്രതിനിധി സമ്മേളനവും കുടുംബസംഗമവും ഈ മാസം 21, 22 തീയതികളിൽ നടക്കും. 21-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനും 22-ന് നടക്കുന്ന കുടുംബസംഗമം പാർട്ടി ചെയർമാൻ PJ ജോസഫും ഉദ്ഘാടനം ചെയ്യും. പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ച് ഇംഗ്ലീഷിൽ രചിച്ച ആദ്യ പുസ്തകത്തിന്റെ പ്രകാശനവും പ്രഥമ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക പുരസ്കാര സമർപ്പണവും വെള്ളിയാഴ്ച ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പ്രഥമ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക പുരസ്കാരം കോൺഗ്രസ് നേതാവ് TN പ്രതാപന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള സമ്മാനിക്കും. പരിയാരം കൊന്നക്കുഴിയിലെ സായിപ്പ് തോടിന്റെ പുനരുദ്ധാരണം ആരംഭിച്ചു. പരിസരവാസികളായ 40ഓളം പേർ ചേർന്നാണ് ശ്രമദാനം നടത്തുന്നത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.